നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അബ്സോർപ്ഷൻ എന്താണ്, നമ്മൾ എങ്ങനെയാണ് അബ്സോർപ്ഷൻ എൻട്രി എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ മേലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കൂടെ ഒന്ന് കാണുക. ഈ വീഡിയോ ഒരു കൈൻഡ് ഓഫ് കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഒരു പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ ലോ അവിടെയുള്ള ലിക്വിഡിറ്റി സോണിൽ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ ട്രേഡ് എടുക്കുന്നതാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ് ഒരു സോൺ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾക്ക് എന്നും നമുക്ക് ഒരു ട്രേഡെങ്കിലും ഒരു ദിവസം കിട്ടാനുള്ള ഒരു സോണ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ആ സോണിൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ പ്രൈസിൻ്റെ ഓർഡർ ഫ്ലോ ഫുട്പ്രിൻറ്റ് ചാർട്ട് വായിച്ച് റിയാക്ഷൻ നോക്കിയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 20th ജൂണിലാണ്. സോ ഞാൻ ഇതിൻ്റെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്, ഞാനിപ്പം ഈ സെറ്റപ്പ് കാണിച്ചു തരാൻ വേണ്ടി എടുക്കുന്നത് 19th ജൂൺ ഫ്രൈഡേ, കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന മാർക്കറ്റാണ്. അപ്പം ഈ വീഡിയോ ഇപ്പം കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതായത് നമ്മുടെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പം നമുക്ക് 19-ാം തീയതി തുടങ്ങുന്നതിന് മുന്നേ പ്രീ മാർക്കറ്റിൽ ഇപ്പം നമുക്ക് അന്നൊരു ഗ്യാപ്പ് ഡൗൺ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു റേഞ്ച് നമുക്ക് അറിയാൻ പറ്റും. ഇനി അതല്ല, ഫസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് പ്രൈസ് നിൽക്കുന്നതെന്ന്. അപ്പം നമ്മൾ ആ പ്രൈസിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് ഒന്ന് മാർക്ക് ചെയ്തിടുക. അപ്പം ഈ ഓപ്പണിംഗ് പ്രൈസ് ഇപ്പം തൊട്ടടുത്തുള്ള ഏത് ദിവസമാണ് ഏകദേശം ഈ പ്രൈസ് ട്രേഡ് ചെയ്തിട്ടുള്ളത്, അതായത് ഈ പ്രൈസിൻ്റെ അടുത്ത് മാർക്കറ്റ് എപ്പോഴാണ് ഓപ്ഷൻ ചെയ്തിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ അത് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 2 ദിവസം ആണ്, അതായത് 16-ാം തീയതിയും 17-ാം തീയതിയും. അപ്പം നമുക്ക് 19-ാം തീയതിയിലത്തെ സോൺസിന് വേണ്ടിയിട്ട് നമ്മൾ റിലേ ചെയ്യേണ്ടത് 16-ാം തീയതിയിലും 17-ാം തീയതിയിലും മാർക്കറ്റാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വോളിയം പ്രൊഫൈൽ ടൂൾ എന്ന് പറഞ്ഞിട്ട് ഉള്ള ടൂള് എടുത്തിട്ട് 16-ാം തീയതിയിൽ അതുപോലെ 17-ാം തീയതിയിൽ പ്രൊഫൈൽ വരച്ചിടുക. ഓക്കെ, അപ്പോൾ ഇതാണ് 16-ൻ്റെയും 17-ൻ്റെയും പ്രൊഫൈൽ. ഞാനിപ്പം ഇവിടെ എടുത്തിരിക്കുന്ന ടൈം ഫ്രെയിം 5 മിനിറ്റ് ആണ്. അതായത് നമ്മൾ പ്രീവിയസ് ഡേ സോൺസ് എല്ലാം മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 5 മിനിറ്റോ 15 മിനിറ്റോ ടൈം ഫ്രെയിം എടുത്തിട്ട് മാർക്ക് ചെയ്യായിരിക്കും ഒന്നുകൂടെ നല്ലത്. 1 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നോയ്സ് ഉണ്ടാവും. സോ ഞാൻ പ്രീവിയസ് ഡേ എടുത്തിട്ട് നിങ്ങൾ സോൺ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ 1 മിനിറ്റ് ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും എടുക്കാൻ നോക്കുക. 50 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല. വോളിയം എന്ന് പറയുന്നത് ടൈം ഫ്രെയിം ഡിപ്പെൻഡൻ്റ് അല്ല. നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിൽ ഇട്ടിട്ട് നിങ്ങൾ വോളിയം പ്രൊഫൈൽ ഒരു ദിവസത്തെ ഫുള്ള് വോളിയം പ്രൊഫൈൽ വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. സോ ടൈം ഫ്രെയിം ഒരു പ്രശ്നമല്ല. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഈ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് വരുന്ന വാല്യൂ ഏരിയ ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇത് ഞാനിപ്പം എടുത്തു കളഞ്ഞേക്കാം, ഇതിൻ്റെ ആവശ്യമില്ല. സോ ഈ വാല്യൂ ഏരിയ എന്ന് പറയുന്നത് പ്രൈസ് അന്നേ ദിവസം ഒരു 70% വോളിയം ട്രേഡ് ചെയ്ത ഏരിയയാണ് നമ്മൾ വോളിയം പ്രൊഫൈൽ വാല്യൂ ഏരിയ ആയിട്ട് എടുക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഇപ്പോൾ നോക്കിയറിയാം. ഇപ്പം ഈ ഒരു റെഡ് ഏരിയയാണ് 17-ാം തീയതിയിലെ വാല്യൂ ഏരിയ. അതുപോലെ ഈ ഒരു നമ്മൾ 16-ാം തീയതിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ റെഡ് കളർ ഏരിയ, അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമുക്ക് വാല്യൂ ഏരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നോക്കേണ്ടത് VPOC എന്ന് പറയും. അപ്പം ഈ ഡോട്ട് ലൈൻസ് ആണ് നമ്മുടെ 16-ാം തീയതിയിലെ VPOC. ഇവിടെയുള്ള ഡോട്ടാണ് 17-ാം തീയതിയിലെ VPOC. അപ്പോൾ നമുക്ക് ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ഈ വാല്യൂ ഏരിയാസ് ആണ്. നമുക്ക് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വാല്യൂ ഏരിയാസ് മാർക്ക് ചെയ്തിട്ടു. ഈ വാല്യൂ ഏരിയ മുകളിലുള്ള സ്ഥലം വാല്യൂ ഏരിയ ഹൈ എന്നും താഴെയുള്ളത് വാല്യൂ ഏരിയ ലോ എന്നും, VAH VAL, അത് മാർക്ക് ചെയ്തിടുക 2 ദിവസത്തെയും. അപ്പോൾ ഞാൻ ഈ 2 ദിവസത്തെയും വാല്യൂ ഏരിയ ഹൈയും വാല്യൂ ഏരിയ ലോയും അതുപോലെ വാല്യൂ VPOC അതും കൂടെ ഞാനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പം ഈ ഒരു 3 സോൺസ് ആണ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്ക് ഇവിടെ ഇപ്പം 19-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയില്ല ഇതിൽ ഏത് ദിവസത്തെ സോൺസ് ആയിരിക്കും റെസ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഈ 2 ദിവസത്തെ സോൺസും നമ്മൾ
മാർക്ക് ചെയ്തിടണം. അപ്പോൾ നമ്മളിപ്പം ഓൾറെഡി നമ്മൾ ഈ സോൺസ് മാർക്ക് ചെയ്ത് കാരണം, സോൺസ് അല്ല, നമ്മൾ ഈ ലൈൻസ് മാർക്ക് ചെയ്ത് കാരണം നമുക്ക് ഇനിയിപ്പോൾ വോളിയം പ്രൊഫൈൽ ആവശ്യമില്ല. വോളിയം പ്രൊഫൈൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് കിട്ടേണ്ട റെഫറൻസ് ലൈൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഓർഡർ ബ്ലോക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നോക്കേണ്ടത്. ഇപ്പം ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് നല്ല ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു വീഡിയോ, ഷോർട്സ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് എടുക്കാൻ അറിയില്ലെങ്കിൽ എൻ്റെ ആ വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലോ ടെലിഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ വേണം ചോദിക്കാം. എൻ്റെ വീഡിയോസിനെ പറ്റിയിട്ടോ ഈ സെറ്റപ്സിനെ പറ്റിയിട്ടോ ഓർഡർ ഫ്ലോനെ പറ്റിയിട്ടോ ഉള്ള എന്ത് സംശയങ്ങൾ വേണം ചോദിക്കാം, ഞാനത് ആൻസർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓർഡർ ബ്ലോക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 മിനിറ്റ് OB ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ OB ഞാൻ മാർക്ക് ചെയ്തത് എവിടെയാണെന്ന് വെച്ചാൽ ഈ വാല്യൂ ഏരിയ ലോയുടെയും വാല്യൂ ഏരിയ ഹൈയുടെയും അതുപോലെ VPUCയുടെ അടുത്തും ഒക്കെ കിട്ടിയിട്ടുള്ള സോൺസ് ഉണ്ടെങ്കിൽ ആ സോൺസ് ആണ് ഞാൻ മാർക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാം. ഇപ്പം 17-ാം തീയതിയിലെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ VAHും VPUCയും അടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് അതിനടുത്തുള്ള ഓർഡർ ബ്ലോക്ക് കിട്ടി. രണ്ടും കവർ ചെയ്യുന്ന തരത്തിലുള്ള ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടി. അതുപോലെ വാല്യൂ ഏരിയ ലോയുടെ അടുത്തൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ 18-ാം തീയതിയിൽ വരികയാണെങ്കിൽ 18-ാം തീയതി നമുക്ക് വാല്യൂ ഏരിയ ലോയുടെ ഓർഡർ ബ്ലോക്ക് കിട്ടി. അതുപോലെ വാല്യൂ ഏരിയ ഹൈയും VPUCയും രണ്ടും കൂടെ ഉള്ള സ്ഥലത്ത് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടി. അപ്പോൾ നമുക്കിനി ഈ ഒരു VAH VAL ആ ലൈൻസ് ഒന്ന് റിമൂവ് ചെയ്യാം, ചാർട്ട് ക്ലട്ടർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 19th ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാൻഡിൽ. അതായത് ഈ ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ നമ്മളിപ്പം ഒരു 1 മിനിറ്റ് ഇടാന്നിരിക്കും. 1 മിനിറ്റിലാണ് ഞാൻ എൻ്റെ സെറ്റപ്സ് എല്ലാം 1 മിനിറ്റ് സെറ്റപ്സ് ആണ്. സോ ഈ 1 മിനിറ്റ് സെറ്റപ്പിൽ അപ്പം ഈ ഒരു 1 മിനിറ്റ് സെറ്റപ്പ് നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പ്രൈസ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫസ്റ്റ് 2 ക്യാൻഡിൽ തന്നെ നമ്മുടെ 2 ഓർഡർ ബ്ലോക്കിൻ്റെ ഇടയിലാണ്. അതായത് പ്രൈസ് ഒരു കംപ്രസ് സ്റ്റേറ്റിലാണ്. അതായത് ഇപ്പം ഈ 2 ഓർഡർ ബ്ലോക്ക് ഏത് ഒരെണ്ണം ഫെയിൽ ആയാലേ പ്രൈസിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പേഷ്യനോടെ വെയിറ്റ് ചെയ്യുക. കാര്യം ഈ ഒരു 2 സോണിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന കാലത്തോളം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം നമുക്ക് മൂവ്മെൻ്റ് ഇല്ല. അതായത് ചെറിയൊരു മൂവ്മെൻറ്റേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എപ്പോഴാണ് ഏത് സൈഡിലോട്ട് ബ്രേക്ക് ഔട്ട് വരുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഇതെന്ന് പറയുന്നത് ഇതൊരു റേഞ്ച് ബൗണ്ട് ഏരിയയാണ്. അത് ഒരു നോ ട്രേഡ് സോണായിട്ട് മാറി 19-ാം തീയതി. പിന്നെ നമുക്ക് ട്രേഡ് വരുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് അത് ഫെയിലായി. അപ്പം അത് താഴത്തോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടി. അപ്പോൾ നമുക്കിത് ഇനി റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ട്രേഡ് വരുന്നത് ഏകദേശം 13:05-നാണ്. നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു വേറൊരു ബുള്ളിഷ് OB നമ്മൾ മാർക്ക് ചെയ്തിട്ടായിരുന്നു ഒരു കഴിഞ്ഞ ദിവസത്തെ ലെവൽ അനുസരിച്ചിട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ട്രേഡ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സെറ്റപ്പ് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ട് എടുക്കുക. ഇതാണ് നമ്മുടെ ചാർട്ട്. ഇവിടെ നമുക്ക് നോക്കാം നമ്മുടെ അബ്സോർപ്ഷൻ സെറ്റപ്പ് നമുക്ക് ഇവിടെ വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മുടെ അബ്സോർപ്ഷൻ സെറ്റപ്പ് ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് ആദ്യം വരുന്ന ക്യാൻഡിലിൽ ഒരു ഹ്യൂജ് വോളിയം വേണം, പിന്നെ ആ വോളിയം കുറയണം, പിന്നെ ഡെൽറ്റ ഫ്ലിപ്പ് ആവണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ആ എല്ലാ കണ്ടീഷനും ഇവിടെ വരുന്നുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് ഫസ്റ്റ് നമ്മുടെ സോണിൽ ടാപ്പ് ആവുന്നത്. 25.9K, ഓൾമോസ്റ്റ് 26K. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള വോളിയം തന്നെ 2, 4, 3, 12. അപ്പം ഇതിനേക്കാളൊക്കെ ഒരുപാട് ഹൈ വോളിയമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, റിലേറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഇതൊരു ഹൈ വോളിയം ക്യാൻഡിലാണ്. അവിടെ ഹ്യൂജ് ഡെൽറ്റ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ സെല്ലേഴ്സ് പ്രൈസ് താഴത്തോട്ട് പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ അവർ ഉദ്ദേശിച്ച ഇത്രയും വലിയൊരു ഡെൽറ്റ വന്നിട്ടും അവർ ഉദ്ദേശിച്ച ക്ലോസിങ് അവർക്ക് കിട്ടിയില്ല. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, സെല്ലേഴ്സ് ഒരു ലേശം ട്രാപ്പായി. ഇവിടെ ഒരു ലിമിറ്റ് ബയർ ഉണ്ടായിരുന്നു. ആ ലിമിറ്റ് ബയർ ഈ ഒരു അഗ്രസീവ് സെൽ ഓർഡേഴ്സ് എല്ലാം അബ്സോർബ് ചെയ്ത് നമുക്ക് മനസ്സിലായി. നമുക്കിനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ അഗ്രഷൻ തിരിച്ച് റിവേഴ്സലാവണം. അതിനുവേണ്ടിയുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഡെൽറ്റ ബിൽഡപ്പ് ആവണം, ഇംബാലൻസസ് കണ്ടു തുടങ്ങണം. ഓക്കെ,
ഇംബാലൻസിൻ്റെ കാര്യം ഇപ്പോൾ തൽക്കാലം വിട്ടേക്കും. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അത് നമുക്ക് പിന്നെ ഒരു ദിവസം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഒരു ഡെൽറ്റ ഫ്ലിപ്പ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ -19.83K ഡെൽറ്റയാണ്. അത് നേരെ ഫ്ലിപ്പായിട്ട് 5K വന്നു, 10K വന്നു. അതായത് ഇവിടെ ഈ വന്ന ഒരു അഗ്രസീവ് മൂവിനെ അവർ ഒരു ലിമിറ്റ് ബയറുടെ ഹെൽപ്പോടെ കൂടി അബ്സോർബ് ചെയ്ത് അഗ്രസീവ് ബൈ ഓർഡേഴ്സ് വന്നിട്ട് മാർക്കറ്റ് മേലെ കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടുന്ന് ബയേഴ്സ് ഇൻട്രസ്റ്റ് ആണ് വാങ്ങാനെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ എൻട്രി വരുന്നത് ഈ ഒരു ക്യാൻഡിലായിരിക്കും. നമ്മുടെ എൻട്രി വരുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ ഒരു 2 ടിക്ക് താഴെ വേണമെങ്കിൽ വയ്ക്കാം. അപ്പം ഇതായിരിക്കും നമ്മുടെ എൻട്രി. അപ്പം നമ്മളിവിടെ അബ്സോർപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എൻട്രി കൺഫേം ആയത്. ഇനിയിപ്പോൾ നമ്മളിപ്പം ഇതൊരു സപ്ലൈ സോണും ഡിമാൻഡ് സോണും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെയും വേറെ ഏത് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻട്രി പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ ഈ ഫുട് പ്രിന്റ് ചാർട്ടും കൂടെ ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കൺഫർമേഷൻ കിട്ടും. പിന്നെ ഇപ്പോൾ ഈ ഒരു സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തലേ ദിവസം പ്രീവിയസ് ഡേ സോൺ വരച്ച സോണായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് ട്രേഡ് കിട്ടി. അത് നമുക്ക് ഒരു VPOC വരെ നമുക്ക് ഈ ട്രേഡ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് VPOC ആണ്. പിന്നെ അവിടുന്ന് നിങ്ങൾക്ക് ട്രെയിൽ ചെയ്ത് പോകാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഇതാണ് നമ്മുടെ സെറ്റപ്പ്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പം അതായത് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ സെറ്റപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇതെങ്ങനെയാണ് ഈ ചാർട്ട് സെറ്റപ്പ് ചെയ്യുന്നത്, വാല്യൂസ് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പം ഒറ്റ വീഡിയോയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് അത് എത്തിക്കാൻ നോക്കുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.